ഹലോ, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് 5-ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. നോക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ള കീ കോൺസെപ്റ്റ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. കോൺസെപ്റ്റ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് അത് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ ടൈപ്സ്, പലതരം ഡാറ്റ ടൈപ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് മുഴുവനായിട്ടും പറഞ്ഞു, എക്സ്പ്രഷൻസ് പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഇനി നമുക്കിതിലെ വേരിയബിൾസിനെ പറ്റിയാണ് പറയാനുള്ളത്. വേരിയബിൾസിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ വേരിയബിൾസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെന്താണ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ കാസ്കേഡിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, അതും കൂടി പറയാം. ഓക്കെ, വേരിയബിൾസിൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം വേരിയബിൾസിൻ്റെ ഡെഫിനിഷൻ എന്ന് കാണാം. ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണിത്. വേരിയബിൾസ് ആർ ദി നെയിംസ് ഗിവൺ ടു ദി മെമ്മറി ലൊക്കേഷൻസ്. ആൻഡ് വേരിയബിൾസിൻ്റെ ഡെഫിനിഷൻ, ഒരു വേരിയബിള് നമ്മൾ ഡിക്ലെയർ ചെയ്യുക സാധാരണയായിട്ട്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി ഒപ്പം പറയേണ്ടി വരും. അത് ഡാറ്റ ടൈപ്സ് നിങ്ങൾക്കറിയാം, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചതാണ്. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആണുള്ളത്. അതിൽ ഏത് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വേരിയബിളിൻ്റെ കൂടെ പറയണം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ടൈപ്പിൻ്റെ പേരും അതിൻ്റെ വേരിയബിൾ നെയിമും രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഒരു വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് 3 ആസ്പെക്ട്സ് ആണുള്ളത്. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഫോർ വേരിയബിൾസ്. 3 ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വേരിയബിളിൻ്റെ പേര്, വേരിയബിൾ നെയിം, അതായത് ഐഡൻറ്റിഫയർ ആണത്. വേരിയബിൾ നെയിം ഈസ് ദി ഐഡൻറ്റിഫയർ given to the memory location. Variable name is the identifier given to the memory location. ഇനി രണ്ടാമത് മെമ്മറി അഡ്രസ്സ് ആണ്. കമ്പ്യൂട്ടറിലെ റാൻഡം ആക്സസ് മെമ്മറി, റാം, അതിൽ നമ്മൾ എവിടെയാണോ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ലൊക്കേഷൻ ഏതാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. 1 വേരിയബിൾ നെയിം, 2 മെമ്മറി അഡ്രസ്, 3 കണ്ടൻറ്റ്. അതിൽ വേരിയബിൾ നെയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന റാമിൽ നമ്മൾ എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെമ്മറി അഡ്രസ്സ്. ഓക്കെ, സാധാരണയായിട്ട് ഈ മെമ്മറിക്ക് ഓരോ ചെറിയ ലൊക്കേഷൻസ് ആയിരിക്കും. ചെറിയ ബോക്സുകളായിട്ട് ഈ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കുഞ്ഞ് ബോക്സിനും പേര് കൊടുത്തിട്ടുണ്ട്. അത് നമ്പറിങ് ആണ് അവിടെ വരുന്നത്. ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ 1001 ഇതുണ്ടാവും, 1001, 1002, 1003, 1004. ഓരോ കുഞ്ഞു കള്ളികൾക്കും നമ്മൾ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് മെമ്മറി ലൊക്കേഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇൻറ്റ് നം സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. നമുക്കറിയാം ഇൻറ്റീജറിന് 4 ബൈറ്റ്സ് ആണ് ആവശ്യം, അല്ലേ? ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്ക് 4 ബൈറ്റ്സ് ആവശ്യമുണ്ട്. 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഓക്കെ, ഓരോ ബൈറ്റാന്ന് കൂട്ടിക്കാം. 1001 ഒരു ബൈറ്റ്, 1002 മറ്റൊരു ബൈറ്റ്, 1003 മറ്റൊരു ബൈറ്റ്, 1004 മറ്റൊരു ബൈറ്റ്, അങ്ങനെ ആയിക്കോട്ടെ. അതിൽ നമ്മൾ ഇൻറ്റ് നം എന്നെഴുതിയതിന് ശേഷം നമ്മൾ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നം ഈസ് ഈക്വൽ ടു 18 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നം ഈസ് ഈക്വൽ ടു 18.
ഈ 18 ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? 18 ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. 4 ബൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? 4 ലൊക്കേഷൻസ് നമ്പർ 18 സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 1001 ആണ്. ഇനി നമ്മൾ പറയും ബേസ് അഡ്രസ്സ് എന്നാണ് പറയാം. ഈ 18 എവിടെ സ്റ്റോർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1001, 1002, 1003, 1004 അങ്ങനെ 4 ലൊക്കേഷൻ്റെയും അഡ്രസ്സ് നമ്മൾ പറയില്ല. പകരം നമ്മൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് പറയുക. ബേസ് അഡ്രസ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ 1001 എന്നാണ് നമ്മൾ സാധാരണയായിട്ട് അതിന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ബേസ് അഡ്രസ്സിനെ നമ്മൾ പറയുന്നത് എൽ വാല്യൂ എന്നാണ്. മനസ്സിലായോ? എൽ വാല്യൂ. ഇപ്പോൾ ഒരു വേരിയബിള് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻസിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ്, ആ ബേസ് അഡ്രസ്സിനെ നമ്മൾ പറയുന്നത് എൽ വാല്യൂ എന്നാണ്. ഇപ്പം നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് 1001 ആണ്. അതായത് നം എന്ന വേരിയബിളിൻ്റെ എൽ വാല്യൂ ഇവിടെ 1001 ആണെന്ന് പറയാം. ബേസ് അഡ്രസ്സായിട്ടുള്ള 1001. ഇനി അടുത്ത ഞാൻ പറഞ്ഞു കണ്ടൻറ്റ്. കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേരിയബിളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ കണ്ടൻറ്റ്. നമുക്കറിയാം ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന 18 എന്ന് പറയുന്ന നമ്പറാണ്, 18. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്? നം എന്ന ആ വേരിയബിളിൻ്റെ കണ്ടൻറ്റ് 18 ആണ്. ഓക്കെ, സോ 18 is the content. A content is also known as R value. അപ്പോൾ എൽ വാല്യൂ ആർ വാല്യൂ അതുപോലെ വേരിയബിൾ നെയിമും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ, ഞാനിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻറ്റ് നം, ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതാം. എൻ്റെ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇൻറ്റ് നം സെമിക്കോളൻ ഇടുന്നു. ഇനി നമ്മിലേക്ക് ഞാൻ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. നം ഈക്വൽ ടു 18 സെമിക്കോളൻ ഇടുന്നു. ഇത് കൊണ്ടുപോയി സ്റ്റോർ ആവുന്നത് എവിടെയാണ്? 1001 സ്റ്റാർട്ട് ചെയ്യുന്ന മെമ്മറി അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഇത് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു നം എന്ന വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം 3 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം എന്താണ്? നം. 2 എൽ വാല്യൂ, ലെഫ്റ്റിലുള്ള വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നം അല്ലാതെ നമ്മിൻ്റെ ബേസ് അഡ്രസ്സാണ്. ബേസ് അഡ്രസ്സ് എത്രയാണ് നോക്കുക. ബേസ് അഡ്രസ്സ് 1001. ബേസ് അഡ്രസ്സ് ഈസ് 1001 അല്ലേ? 1001, 1002, 1003, 1004 അതിൽ 1001 ബേസ് അഡ്രസ്സ്. അതാണ് അതിൻ്റെ എൽ വാല്യൂ. എൽ വാല്യൂ. അപ്പോൾ എൽ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയണം. ബേസ് അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബേസ് അഡ്രസ്സാണ് എൽ വാല്യൂ. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന 18, ദാറ്റ് ഈസ് ദി ആർ വാല്യൂ, കണ്ടൻറ്റ്. നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള ആർ വാല്യൂ ആണ് അത്, 18. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം 3 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് അതിൻ്റെ വേരിയബിൾ നെയിം, 2 അതിൻ്റെ മെമ്മറി അഡ്രസ്സ്, 3 അതിൻ്റെ കണ്ടൻറ്റ്. ഈ മെമ്മറി അഡ്രസ്സിനെ നമ്മൾ എൽ വാല്യൂ, മെമ്മറി അഡ്രസ്സിൻ്റെ ബേസ് അഡ്രസ്സിനെ നമ്മൾ എൽ വാല്യൂ എന്ന് പറയും. കണ്ടൻറ്റിനെ നമ്മൾ ആർ വാല്യൂ എന്നും പറയും. ഓക്കെ, ഇനി ഇതിൽ ഇതേ ചാപ്റ്ററിൽ നമ്മൾ ഈ സംഗതികളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്,
സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും ഇതിൽ പറയാൻ ബാക്കിയില്ല. അസൈൻമെൻറ്റ് ഓപ്പറേഷൻ, വേരിയബിൾസ്, എല്ലാ സംഗതികളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റിൽ നമുക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കാസ്കേഡിങ്ങിനെ പറ്റിയാണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നിങ്ങളതിൻ്റെ പ്രോഗ്രാംസ് എഴുതി കഴിഞ്ഞു അല്ലേ? ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ടീച്ചർ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാസ്കേഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്താണെന്ന് ഒന്ന് നോക്കാം. കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് 3 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സും വൈയും സെറ്റും. ഈ എക്സും വൈയും സെറ്റും 3 നമ്പേഴ്സാണെന്ന് വിചാരിച്ചു. ഈ 3 നമ്പേഴ്സ് എനിക്ക് ഇൻപുട്ട് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുക CN എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുക. CN എക്സ്, CN വൈ, CN സെറ്റ്. CNൻ്റെ കൂടെ 2 ഗ്രേറ്റർ ദാൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. CN ഗ്രേറ്റർ ദാൻ എക്സ്, എന്നിട്ട് സെമിക്കോളൻ. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എനിക്ക് ഇത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. CN എക്സ്, CN വൈ, CN സെറ്റ്. ഇതേപോലെ തന്നെ എനിക്കിത് വേണമെങ്കിൽ ഒന്നിച്ച് ഇൻപുട്ട് ചെയ്യാം. ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും എനിക്കിത് ഇൻപുട്ട് ചെയ്യാം. CN 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് ഇടുന്നു, അതായത് ഇൻപുട്ട് ഓപ്പറേറ്ററാണത്. പിന്നെ എക്സ് കൊടുക്കുന്നു, വീണ്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുക്കുന്നു. വൈ വീണ്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുക്കുന്നു. സെറ്റ് സെമിക്കോളൻ. ഇങ്ങനെ ഒന്നിലധികം വേരിയബിൾസ് ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് കാസ്കേഡിംഗ്. ഒറ്റൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സും വൈയും സെറ്റും 3 വേരിയബിൾസ്, അങ്ങനെ 3 വേരിയബിൾസ് നമ്മൾ ഒന്നുകിൽ ഇൻപുട്ട് ചെയ്യുകയോ ഔട്ട്പുട്ട് ചെയ്യുകയോ ചെയ്യാം. അതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് ചെയ്ത എക്സും വൈയും സെറ്റും ഒന്നിച്ച് ഇവിടെ ഔട്ട്പുട്ട് ചെയ്യാണ്. ഇതുണ്ടോ? സി ഔട്ട്, ആ ഔട്ട്പുട്ട് ചിഹ്നം കൊടുക്കുന്നു. പിന്നെ എക്സ് വൈ സെറ്റ്. ഓരോന്നിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും എല്ലാം ഇടയ്ക്ക് കോമയല്ല ഇട്ടിരിക്കുന്നത്, പകരം ആ ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. എക്സിനും വൈനും സെറ്റിനും ഇടയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിഹ്നങ്ങളാണ്. 2 ലെസ് ദാൻ ചിഹ്നങ്ങളാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ 5th ചാപ്റ്ററിൽ ടോട്ടൽ പഠിക്കാനുള്ളത്. ഇവിടെ ലെറ്റസ് സം അപ്പ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാം, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി വേരിയബിൾ ഐഡൻറ്റിഫൈ ദി വേരിയസ് ഡാറ്റ ടൈപ്സ്. നിങ്ങൾക്കറിയാം, എല്ലാ ഡാറ്റ ടൈപ്സും നിങ്ങൾക്കറിയാം. ചൂസ് അപ്രോപ്രിയേറ്റ് വേരിയബിൾസ്, ഓരോന്നിനും വേണ്ട വേരിയബിൾസ് കൊടുക്കാൻ നിങ്ങൾക്കറിയാം. എക്സ്പെരിമെൻറ്റ് വിത്ത് വേരിയബിൾസ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി എല്ലാം നിങ്ങൾക്കറിയാം. അപ്ലൈ ദി വേരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററായിട്ടുള്ള ലെസ് ദാനും ഗ്രേറ്റർ, 2 ലെസ് ദാൻ ഒന്നിച്ച് നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, 2 ഗ്രേറ്റർ ദാൻ അടുപ്പിച്ച് നോക്കുമ്പോൾ അത് ഇൻപുട്ട് ഓപ്പറേറ്ററാണ്. ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാം. അതുപോലെ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും അതും നിങ്ങൾക്കറിയാം. ഓക്കെ, കുറേ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം.